കൊച്ചിയിൽ മാരകായുധങ്ങളുമായി സ്വകാര്യ ബസ് ജീവനക്കാർ ഏറ്റുമുട്ടി ഇടപ്പള്ളിയിൽ ജംഗ്ഷന് സമീപമാണ് സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കമ്പിവടിയും വാക്കത്തിയും ഉപയോഗിച്ച് ജീവനക്കാർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, കൊച്ചിയിലാണ് മാരകായുധങ്ങളുമായി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇടപ്പള്ളി ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കലാശിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, കൊച്ചി നഗരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും അതേപോലെ അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്തയാണ് പുറത്തു വന്നത്. എന്തായാലും ഈ കൊച്ചി നഗരത്തിലെ ഏറ്റവും ജനത്തിരക്കുള്ള വാഹനത്തിരക്കുള്ള ഇടപ്പള്ളി ജംഗ്ഷനിലാണ്, ഇടപ്പള്ളി ജംഗ്ഷന് സമീപമാണ് സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ വാക്കേറ്റവും തുടർന്നുള്ള അക്രമവും ഉണ്ടായി. ബസ് റോഡിന്റെ നടുവിൽ വെച്ച് തന്നെ ഈ ഇരുകൂട്ടരും കൂടെ പരസ്പരം പോർവിളിക്കുകയും തുടർന്ന് തല്ലിപ്പൊളിക്കുകയും ചെയ്തു. ബസ് ജീവനക്കാരനെ കിസ്മത്ത് എന്ന് പറയുന്ന ബസ് കൃത്യസമയത്ത് ഓടിയില്ല, സമയക്രമം പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു മറ്റൊരു ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊരു പ്രകോപനം ഉണ്ടാകുന്നത്. തുടർന്ന് പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും തുടർന്ന് വാക്കത്തി, അതായത് വാളുകൾ അടക്കം എടുത്തുകൊണ്ട് റോഡിന്റെ നടുക്ക് കടന്ന് പോര് വിളിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. എന്തായാലും കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് പോലീസ് നൽകിയ ഒരു റിപ്പോർട്ടിൽ 5618 കേസുകളാണ് ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാത്രം കൊച്ചി നഗരത്തിൽ പോലീസ് എടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 14-ന് യുവതി സ്വകാര്യ ബസ് ഇടിച്ച് മരിക്കാനുണ്ടായ സാഹചര്യത്തെ തുടർന്നാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ കേസ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഈ 9-ാം തീയതി ഏപ്രിൽ 9-ന് പരിഗണിക്കാനിരിക്കുകയാണ്. വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊരു പോരുവിളിയും തുടർന്നുള്ള ഒരു അക്രമം ഉണ്ടായിരിക്കും. എന്തായാലും സംഭവത്തിലെ ഇരു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വൃന്ദ. ശരി സാനു.